നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫിക്ക യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടക്ക് ബ്രസീലിയൻ ഇന്റർനാഷണൽ താരമായ വിനി ജൂനിയർക്ക് നേരെ അർജന്റീൻ ഇന്റർനാഷണൽ താരമായ ജിയാൻലൂക്ക പ്രസ്റ്റിയാനി നടത്തിയ വംശീയ അധിക്ഷേപത്തിനെതിരെ ഇപ്പോൾ CBF ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ്. റയൽ മാഡ്രിഡിന്റെ താരമായ വിനിയെ ബെൻഫിക്കയുടെ താരമായ ജിയാൻലൂക്ക പ്രസ്റ്റിയാനി കളിക്കിടയിൽ മോശമായി വംശീയ അധിക്ഷേപം നടത്തുകയായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ റെസിസ്റ്റ് പ്രോട്ടോക്കോളൊക്കെ ആക്ടിവേറ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി കളിയിൽ. ഏതായാലും ഇപ്പോൾ CBFന്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അതിൽ പറയുന്ന വിനി ജൂനിയറോടൊപ്പം പരിപൂർണമായിട്ട് നിലകൊള്ളുകയാണ്, പിന്തുണ കൊടുക്കുകയാണ്. CBFന്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഞങ്ങൾ വിനി ജൂനിയർക്കൊപ്പം നിലകൊള്ളുന്നു. അദ്ദേഹം മറ്റൊരു റേസിസ്റ്റായിട്ടുള്ള ആക്ടിന് വിക്റ്റിമായിരിക്കുകയാണ്. റയൽ മാഡ്രിഡിന് വേണ്ടി ബെൻഫിക്കയ്ക്കെതിരെ ഗോളടിച്ചതിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. റേസിസം ഈസ് എ ക്രൈം. വംശീയ അധിക്ഷേപം ഒരു കുറ്റകൃത്യമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഫുട്ബോളിൽ അത് നിലനിൽക്കാൻ പാടില്ല. ഫുട്ബോളിൽ എന്നല്ല, മറ്റെവിടെയും ഈ ലോകത്തുണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണത്. വിനി, നിങ്ങൾ ഒറ്റക്കല്ല. CBFന്റെ സ്റ്റേറ്റ്മെൻ്റാണ്. വിനി, യു ആർ നോട്ട് അലോൺ. നീ ഒറ്റക്കല്ല വിനി. നിന്റെ തീരുമാനം, പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ആ തീരുമാനമുണ്ടല്ലോ, തീർച്ചയായിട്ടും അത് ധൈര്യത്തിൻ്റെയും മഹാത്മ്യത്തിൻ്റെയും കൃത്യമായ എക്സാമ്പിളാണ്. ഞങ്ങൾ നിന്നെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു. തീർച്ചയായിട്ടും നിന്നോടൊപ്പം ഈ പോരാട്ടത്തിൽ, എല്ലാ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനുകൾക്കെതിരെയുമുള്ള പോരാട്ടത്തിൽ ഞങ്ങളുണ്ടാവും. ഞങ്ങൾ നിന്നോടൊപ്പമുണ്ട് എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടാണ് CBF ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ രൂപത്തിൽ വിവാദമായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയണം. കളിയിൽ ഗോൾ സെലിബ്രേറ്റ് ചെയ്ത വിനി ജൂനിയർക്ക് യെല്ലോ കാർഡ് കൊടുത്ത റഫറി പക്ഷേ ക്രിസ്ത്യാനിക്കെതിരെ ഒരു പണിഷ്മെൻറ്റും എടുത്തില്ല. പിന്നെ ഒരു ഫൗളിന് അതിനുശേഷം യെല്ലോ കാർഡ് കൊടുത്തു എന്നല്ലാതെ ഈ വിഷയത്തിലൊരു സംഭവം എടുത്തില്ല. കാരണം ഇതിങ്ങനെ മുഖം പൊത്തി, ഇയാൾ ഭീരുവാണ്. അതുകൊണ്ട് തന്നെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. കേട്ടുന്നവരൊക്കെ അയാൾ എന്താ വിളിച്ചതെന്ന് പറയുന്നുണ്ട്. എംബാപ്പെ അത് കൃത്യമായിട്ട് എണ്ണി പറയുന്നുണ്ട് എത്ര തവണ അവൻ വിളിച്ചു എന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.